ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളിയായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഒരു സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലത്തെ ഒരു മീൻ ഫ്രൈ അല്ല ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. കൃത്യമായ രീതിയിൽ കൂട്ടാനായിട്ട് വെച്ച് നോക്കണം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഇച്ചിരി മൈദപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് കോട്ടിംഗ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. നമ്മളിവിടെ 7 കഷ്ണം മീനാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് നല്ല വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് നമ്മളൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കോൺഫ്ലവറാണ്. അത് നമ്മൾ ആ കോട്ടിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് തിരുമാനൊക്കെയാണ് നമ്മൾ കോൺഫ്ലവർ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൈദ, പിന്നെയുള്ളത് തൈരാണ്. തൈര് നമുക്ക് മയമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ തൈര് 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. കൂടാതെ മല്ലിപ്പൊടി, സാധാരണ മല്ലിപ്പൊടി നമ്മൾ മറ്റു മീനുകൾക്കും നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഗരം മസാല, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ബട്ടർ മിൽക്ക്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കിട്ടും, നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് മീനൊന്ന് പുരട്ടി മസാല ആക്കാൻ വേണ്ടി. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഒരു 5 പച്ചമുളകാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള കുട്ട പച്ചമുളകാണ്. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞങ്ങളൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് മല്ലിയില, ഒരു അല്പം അത്ര മതി, ഒരു മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി ഒരു 10-15 അല്ലിയൊക്കെ മതി. ഒരു 10 അത് നമ്മൾ പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. കൂടാതെ ഒരു 10 പീസ് ചെറിയ കഷ്ണം ഇങ്ങനെ പീസായിട്ടുള്ള ഇഞ്ചി, പിന്നെ പുതിനയില, പിന്നെ നമുക്കിതിന് വേണ്ടിയുള്ള ഓയിൽ, പിന്നെ ഒരു മുറി ഒരു നാരങ്ങയുടെ നീരും വേണം നമുക്ക്. അത് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് മസാല തീരുമാനമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചേരുവകളെല്ലാം നമ്മൾ ഈ പച്ചമുളക്, പുതിനയില, മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ പേസ്റ്റ് ഇവിടെ അരച്ച് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ മീനൊന്ന് നമുക്ക് മസാല പുരട്ടി വെക്കണം. അപ്പോൾ അതിനുള്ള മിക്സ് നമുക്കൊന്ന് തയ്യാറാക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അരമുറി നാരങ്ങ നീരും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് മതിയായിരിക്കും. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ അരച്ചെടുത്തുകൊണ്ട് വന്ന് ഈ പേസ്റ്റും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല പേസ്റ്റ് ആയിട്ടുണ്ടല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ആ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഓരോ മീനിൻ്റെ ഓരോ കഷ്ണങ്ങൾ അതിനകത്തേക്ക് എടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലും, 1 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്നേരത്തേക്ക് ഈ മസാല എല്ലാം ഈ മീനിലേക്ക് നന്നായിട്ട് പിടിക്കും. പിന്നെ അരമണിക്കൂർ ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പം പെട്ടെന്നൊന്നും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഫ്രിഡ്ജ് വെക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ സമയമൊന്നും കിട്ടില്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും നിങ്ങൾ വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു കോട്ടിങ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് നമുക്കുള്ള ഒരു കോട്ടിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള കോട്ടിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, കുറച്ച് ബട്ടർ മിൽക്ക്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കോട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഈ മീൻ പീസസ് മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മൾ അരപ്പൊക്കെ തിരുമ്മി നന്നായിട്ട് അതേ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിൽ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മിക്സിയിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ചിലർ മീനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി കളർ ചേർക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് ചേർക്കുന്നില്ല. അതിന് നമ്മൾ അല്പം ഒരു കാശ്മീരി മുളക് പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിലേക്ക് നമുക്ക് ഓരോ പീസ് എടുത്ത് തിരിച്ചു മറിച്ച് നന്നായിട്ട് മുക്കുക. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ പീസും നമ്മൾ ഓരോന്നായിട്ട് നമുക്കങ്ങനെ അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. പൊടിഞ്ഞു പോയല്ല മീൻ. ഒന്നിച്ചിടാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ? 2 ആഴ്ച നമുക്കിടാം. ഒന്നും കൂടെ ഇടാം. ഓക്കെ, നമുക്കെല്ലാം ഇനി ഒരു കാര്യം ഞങ്ങൾ വിട്ടുപോയി. നമ്മളിത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ ആയി കിട്ടണമെങ്കിൽ നമുക്കൊരല്പം തേങ്ങ ചിരണ്ടിയത് തേങ്ങ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ അതില്ലെങ്കിൽ വീട്ടിൽ നമുക്ക് അരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അരി കുറച്ച് നമ്മൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അരി ഒന്ന് നമുക്ക് ഇട്ട് കൊടുത്താൽ അപ്പോൾ അരി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഇത് നന്നായിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മീൻ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. നമുക്കിതിനകത്തൊരു അല്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട്, അപ്പോൾ ഒട്ടും പൊടിഞ്ഞു പോയല്ല മീൻ. അപ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒത്തിരി തീ ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അത് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളന്നേരം വേവാതെ വരും. അപ്പോൾ കുറേശ്ശെ നമുക്ക് ചെറു തീയിലെടുത്ത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാം. ഏകദേശം ഒരു വശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അല്പം കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും ഒരുപോലെയൊക്കെ നമ്മൾ ചെയ്യാണ്ട് ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൊടുത്ത് ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു മോരുകറിയൊക്കെ കൂട്ടി നല്ല കഴിക്കാൻ നല്ല അടിപൊളി ഒരു ടേസ്റ്റുള്ള നല്ലൊരു മീൻ ഫ്രൈ ആണിത്. ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ വ്യത്യസ്ത രീതിയിലുള്ള അടിപൊളി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു റെസിപ്പിയാണിത്. എല്ലാവരും അവിടെയൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൈ ആണിത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ എപ്പോഴും ഒരുപോലെ തന്നെ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് എണ്ണ ഉപയോഗിച്ച് നമ്മുടെ ഈ മാവെല്ലാം ഇതിനകത്ത് ചേരുന്നതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പൊടിഞ്ഞൊന്നും പോവുകയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കായി ഒന്ന് ഷെയർ ചെയ്യണം. ഇനി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അടിപൊളി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.